നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. വെളിപ്പെടുത്തലുകളുടെ ഒരു പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ MLA പദവി ഒഴിയുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന സ്ഥിതിയിലായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്ത്രീകളുടെ അപമര്യാദയായി പെരുമാറിയതിന്റെ, വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിന്റെ, ഗർഭഛിദ്രം നടത്തിയതിന്റെ, കൊല്ലുമെന്നുവരെ ഭീഷണിപ്പെടുത്തിയതിന്റെ ഒട്ടേറെ തെളിവുകൾ ഇതിനകം തന്നെ പുറത്തുവന്നു കഴിഞ്ഞു. ശബ്ദ സന്ദേശങ്ങളായും തുറന്നെഴുത്തുകളായും സ്ക്രീൻഷോട്ടുകളായും നേരിട്ടുള്ള വെളിപ്പെടുത്തലുകളായും നിറംകെട്ട കഥകളുടെ ഒരു നീണ്ട നിര തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഇത് രാഹുലിന് ഇരിക്കപ്പുറതി നൽകില്ലെന്നുറപ്പാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ തേഞ്ഞുമാഞ്ഞു പോകുമെന്ന് വിചാരിക്കാൻ പാകത്തിലുള്ള ആരോപണങ്ങളല്ല അവയെന്നത് എല്ലാവരെക്കാളും നന്നായി രാഹുലിന് തന്നെ അറിയാം. കോൺഗ്രസിനകത്ത് തന്നെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി മാത്രം രാജിവെച്ചാൽ പോരാ, മറിച്ച് MLA പദവി കൂടി ഒഴിയണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ്. രാഹുലിനൊപ്പമുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളിൽ വലിയൊരു വിഭാഗം അത്തരം ആവശ്യം രഹസ്യമായിട്ടെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ CPM MLAക്കെതിരെ സ്ത്രീ അതിക്രമ പരാതികളുണ്ടായപ്പോൾ അവരാരും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്ന മറുവാദമാണ് എതിർവിഭാഗം പിടിവള്ളിയാക്കുന്നത്. നടൻ M. മുകേഷിനെതിരെ സമാന ആരോപണങ്ങളും പ്രതിഷേധവും ഉയർന്നപ്പോൾ ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം രാജിവെച്ചാൽ നിരപരാധിത്വം തെളിയുമ്പോൾ ധാർമ്മികതയുടെ പേരിൽ പദവി തിരിച്ചു നൽകില്ലെന്നതായിരുന്നു രാജി ഒഴിവാക്കാൻ കാരണമായി CPM വിശദീകരിച്ചിരുന്നത്. ഇത് രാഹുലിനും ബാധകമാകുമെന്നതാണ് CPMന് രാജി ഉന്നയിക്കാൻ തടസ്സമാകുന്നത്. എന്നാൽ ആരോപണമല്ല, തെളിവുകളാണ് രാഹുലിനെതിരെയുള്ളതെന്ന് CPM ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അതൊന്നും കാണാത്ത വിധത്തിലുള്ള ശക്തമായ ഒരു എതിർവികാരവും പ്രതിഷേധവും രാഹുലിനെതിരെയുണ്ട് എന്നതാണ് വാസ്തവം. പാർട്ടിക്കകത്തു നിന്നുള്ള സമ്മർദ്ദത്തിന് പുറമെ LDFും BJPയും രാഹുലിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. MLAയുമായി തുടരുന്നത് പോയിട്ട് മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പാലക്കാട് ജില്ലാ SFI നേതൃത്വം. MLAയുടെ ഓഫീസിലേക്ക് പ്രതിപക്ഷം നിരന്തരമായി പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. രാഹുൽ ഇപ്പോൾ കഴിയുന്ന സ്വന്തം നാട്ടിലും കടുത്ത പ്രതിഷേധമാണ് നടക്കുന്നത്. ഇത്തിരിയല്ലാതെ ഒത്തിരി നാറത്തില്ലല്ലോ എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. രാജിവെക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വേലിയിൽ സാരി ചുറ്റിയിട്ടാൽ അതിന് പോലും രക്ഷയുണ്ടാവില്ലെന്ന കഴിഞ്ഞ ദിവസം സംസാരിച്ചത് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അടുത്തു നിൽക്കെ ഒരു തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്ന UDFന് ഇതുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. രാജി വേണമെന്ന നിലപാടിലാണ് VD സതീശനും മറ്റു ചില നേതാക്കളും. എന്നാൽ രാജിവെക്കില്ലെന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. FIRയുടെ മുമ്പ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ച് ഏറ്റവും വലിയ ധാർമ്മികത കാണിച്ചിട്ടുണ്ട് രാഹുൽ എന്ന് പറഞ്ഞ് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP സംരക്ഷണം തീർക്കുകയും ചെയ്തു. രാജിവെക്കില്ലെന്ന് പറയാൻ മാങ്കൂട്ടത്തിൽ ധൈര്യം കിട്ടുന്നതിന് പിന്നിൽ ഷാഫിയുടെ പിന്തുണയുണ്ടെന്നാണ് ആരോപണം. എന്നാൽ ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കൂടി കരിനിഴൽ വീഴ്ത്താനേ ഈ സമീപനം കൊണ്ട് ഉപകരിക്കൂ എന്നതാണ് വാസ്തവം. മാങ്കൂട്ടത്തിൽ നൽകുന്ന പിന്തുണയ്ക്ക് ഇപ്പോൾ തന്നെ ഷാഫിക്കെതിരെ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. രാഹുലിന്റെ ഭാവി എന്ത്? കോൺഗ്രസ് ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.